വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പല സ്ഥലങ്ങളിലുമുള്ള വലിയ പ്രയാസം പ്രവർത്തനങ്ങളുടെ ഗുണം ലഭിക്കേണ്ട കുട്ടികളും രക്ഷിതാക്കളും താല്പര്യക്കുറവ് കാണിക്കുന്നു എന്നതാണ്. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ല. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. വിശന്ന് കരയുന്ന കുഞ്ഞ് ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല, വായിലിട്ട് കൊടുത്താൽ തുപ്പും, എന്നാൽ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അമ്മ പിണങ്ങുമോ? പിണങ്ങും. പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് അവരിലെ അമ്മ വീണ്ടും ഉണരും. കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മകളിൽ പൊതിഞ്ഞ് കഥ പറഞ്ഞ് ചിരിപ്പിച്ച് പലതും കാണിച്ചു കൊടുത്ത് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കും. അങ്ങനെ വളർന്നവരാണല്ലോ നാം. എനിക്കിത്ര കാലറി വേണം, അതുകൊണ്ട് ഭക്ഷണം തരുമോ എന്ന് നാം കുഞ്ഞുനാളിൽ പറഞ്ഞിട്ടില്ലല്ലോ. കുറവുകൾ തിരിച്ചറിയാൻ കഴിയാത്ത, അവ പരിഹരിക്കണമെന്ന് ബോധമില്ലാത്ത, എന്നാൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന, പരിഹാര മാർഗങ്ങൾ എത്രയും ലഭ്യമായിട്ടും ഉപയോഗപ്പെടുത്താൻ മടിക്കുന്ന സമൂഹത്തോട് അല്പം ക്ഷമ വേണം, സഹാനുഭൂതി വേണം, സഹനം വേണം, ത്യാഗ മനസ്സ് വേണം. കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തട്ടിമാറ്റുമായിരിക്കാം, ചിലപ്പോൾ ചീത്തയും പറയും. സാരമില്ല, കൊടുത്തുകൊണ്ടേയിരിക്കുക. പല വിധത്തിൽ, പല സ്ട്രാറ്റജിയിലൂടെ. അത് മാത്രമേ വഴിയുള്ളൂ. താങ്ക് യു.